വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചിരിച്ചു മറിഞ്ഞു കാണാൻ പറ്റിയ ഒരു കൊറിയൻ ആക്ഷൻ കോമഡി ക്രൈം സിനിമ കണ്ടാലോ? 2019 പുറത്തിറങ്ങിയ മിസ് ആൻഡ് മിസ്സിസ് കോപ്സ് എന്ന കൊറിയൻ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലൊരു വൺലൈൻ എന്താന്ന് വെച്ചാൽ, സിനിമയിൽ 2 ഹീറോയിൻ ഉണ്ട്. രണ്ടുപേരും പോലീസാണ്. അതിലെ മെയിൻ ഹീറോയിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കേസൊക്കെ തെളിയിച്ച് പേര് കേട്ടവരാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ വയസ്സായി, ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പുതിയ കേസ് വരുമ്പോൾ എഴുതാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിയമിച്ചു. സെക്കൻഡ് ഹീറോയിൻ നല്ല ചൊടുചുറുക്കുള്ള പെണ്ണായതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് ഇല്ലാത്തതായ എല്ലാ വള്ളിയും പിടിച്ച് പണി വാങ്ങിക്കൂട്ടുന്നവരാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു വമ്പൻ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി രണ്ടും കച്ച കെട്ടിയിറങ്ങും. പിന്നെ അവിടെ ഈ രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളാണ് ഉടനീളം അങ്ങോട്ട്. സോ നിങ്ങൾക്ക് ബോറടിക്കാതെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി കിണ്ണം കാച്ച സിനിമയാണിത്. രണ്ടും കൂടി ഒരു വമ്പൻ കേസ് അന്വേഷിച്ചാണ് ഇറങ്ങുന്നെങ്കിലും കാണിച്ചു കൂട്ടുന്നൊക്കെ എന്റെ പോലെ അന്യായ കോമഡി. ആക്ഷനും കോമഡിയും ത്രില്ലിങ്ങും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കൊണ്ടൊരു പക്ക സിനിമയാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മസ്റ്റ് വാച്ചിങ് ദിസ് മൂവി. അപ്പൊ കുറച്ച് പേഴ്സണൽ തിരക്ക് കാരണം കുറെ ദിവസമായിട്ട് റെഗുലറായി വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല. എത്രയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ശ്രമിച്ചാലും തടസ്സം അത് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആളുകളെല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. കിട്ടുന്ന ടൈമൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഈ സിനിമ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ സിനിമയെ മനസ്സുകൊണ്ട് കാണാം. ആദ്യം തന്നെ ഒരു ഹോട്ടലിൽ ഒരാൾ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ഡ്രഗ് ഡീലറാണ്. ഇയാൾ ഡോർ തുറക്കാൻ നോക്കുന്ന സമയം പുറകിൽ ഒരു മൂളിപ്പാട്ടും പാടി ഒരാൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇതിലെ മെയിൻ ഹീറോയിൻ മിയോ. ഹീറോയിൻ ആരാന്ന് ഡീലറിന് മനസ്സിലാവാത്തോണ്ട് തന്നെ പുള്ളി ആരെന്ന് ചോദിക്കും. ഹീറോയിൻ സ്റ്റൈലായിട്ട് ഞാനാണ് പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന്റെ പുറകെ 4 പേര് വളയും. പിന്നെ തലങ്ങും വിലങ്ങും നോക്കാതെ ഒരു അടാറ് ഫൈറ്റ്. ഹീറോയിൻ ഒരു പെണ്ണാണ്, കൂടാതെ ഒറ്റയ്ക്കാണ് ഇവന്മാരെല്ലാം നേരിടുന്നത്. ഒറ്റയ്ക്ക് മതി അമ്മാതിരി അടി അടിക്കുന്നത്. ഈ അടി കാണുമ്പോൾ തന്നെ ഡീലറിന്റെ പകുതി ജീവൻ പോകും. അവന്മാരൊക്കെ തറയാക്കി ഡീലറിന്റെ മുമ്പിൽ വന്ന് ഹാൻഡ് കഫ് നീട്ടി ഇനി നമുക്ക് പോയാലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഒറ്റ ഓട്ടം ഓടുകടന്നു. ഹീറോയിനും വീട്ടിൽ അവന്റെ പുറകെ ഓടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ഡീലർ ഒരു കത്തി എടുത്ത് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ കുത്തി കുടല് പുറത്തെടുക്കും പറയും. ഹീറോയിൻ ഒരു പേടിയില്ലാതെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്റ്റൈലിൽ മുകളിലേക്ക് കാണിച്ച് ഒരു വെടി പൊട്ടിക്കും. എന്നിട്ട് അതിലെ ബുള്ളറ്റ് എല്ലാം താഴെ ഇട്ട് കരിഞ്ഞ് അതിലൊന്ന് മാത്രം ലോഡ് ചെയ്യും. നിനക്ക് 5 ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡീലറിന്റെ നേരേക്ക് ഷൂട്ട് ചെയ്യും. അവന്റെ ഭാഗത്ത് അത് പൊട്ടില്ല. രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഡീലർ പേടിച്ച് ഇട്ടിടുന്ന പാന്റിലും നിക്കറിലും ഒക്കെ ആയിട്ട് മുള്ളി എന്നെ കൊല്ലലേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. എന്തായാലും ഡീലർ കീഴടങ്ങി. പിന്നെ ഒന്നും നോക്കാതെ അവന്റെ പാന്റ് ഊരി മാറ്റി വണ്ടിയിൽ കയറ്റും. ഈ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ ഇതിലെ ഹീറോ. ഹീറോക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ്. ഹീറോയുടെ അനിയത്തി ഓടി ഹീറോയുടെ അടുത്ത് വന്ന് ആ വെടിവെച്ച കേട്ടോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അതിന് ഹീറോ ഇതാണ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ്, എനിക്ക് അവളെ തന്നെ കെട്ടണമെന്ന് പറയും. ഹീറോയും അനിയത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിന് ഒരു കോൾ വരും. അത് ചീഫാണ്. ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ക്രിമിനലിന്റെ ലൊക്കേഷൻ കിട്ടി, അങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ പോകാൻ പറയും. അങ്ങനെ ഹീറോയിൻ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഒരൊറ്റ പോക്കാണെന്ന്. അനിയത്തി ഇത് കണ്ട് ഹീറോയോട് ഈ ഡിപ്പാർട്ട്മെന്റിൽ ലേഡി പോലീസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഒരു കാര്യം കാണിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കൂടുന്നത് കൊണ്ട് തന്നെ കുറെ ലേഡീസിനെ പ്രത്യേകം ട്രെയിനിങ് ഒക്കെയും കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു. ഇവരുടെ പ്രധാന ചുമതല എന്താന്ന് വെച്ചാൽ ലേഡീസിനെതിരെയുള്ള പ്രശ്നങ്ങൾ തന്നെ അന്വേഷിക്കുന്നതാണ്. ഇവരുടെ തന്നെ സ്പെഷ്യൽ വുമൺ ടാസ്ക് ലിസ്റ്റിലെ ലെജൻഡ് ആയിട്ടുള്ളതും ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ആളുമാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ അവിടുത്തെ എല്ലാ കേസും അന്വേഷിച്ച് ക്ലിയർ ചെയ്ത് ടോപ്പിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ കമ്മീഷണർ മറ്റാൾക്കാരുടെ മുമ്പിൽ വെച്ച് കുറെ അംഗീകാരം കൊടുക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ഹീറോ ഒരു ബൊക്കയായി ഹീറോയിന്റെ അടുത്തേക്ക് വരും. ഹീറോയിൻ ഹീറോ കണ്ട് ഇവനാരടാ എന്നുള്ള മട്ടിൽ നിൽക്കും. അപ്പൊ ഹീറോ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം, കുറെ നാളായി ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമെന്ന് പറയും. ഹീറോയിൻ ഇതെല്ലാം കേട്ട് വാ പൊളിച്ച് നിൽക്കുന്നു. ഇവൻ എന്താ അപ്രാന്ത? എന്നിട്ട് ഹീറോ പറയും, നീ ഡിപ്പാർട്ട്മെന്റിൽ ടോപ്പിൽ നിൽക്കുന്നവരാണ്, ഞാൻ ഒരു പ്രോസിക്യൂട്ടറാണ്, നമുക്ക് 2 പേർക്കും കൂടി ചേർന്ന് ഈ നാടിനെ രക്ഷിക്കണം. ഹീറോയിൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതാണ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സിറ്റിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി യൂണിറ്റ് സല്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി താഴെ വെറുതെ വലിച്ചെറിഞ്ഞവന്മാര് നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ തന്നെ അതെല്ലാം എടുത്ത് വേസ്റ്റ് ബക്കറ്റ് ഇടും. സോ ഹീറോയിനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഫോണിൽ ഹസ്ബൻഡിനോട് കൊച്ചിന് സമയത്തിന് ആഹാരമൊക്കെ കൊടുത്ത് ശ്രദ്ധിച്ചോണം, നിന്റെ മണ്ടത്തരമൊന്നും കാണിച്ചു വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് ഹീറോയിൻ കയറി വരുന്നത് പോലീസ് സർവീസ് ഓഫീസിലേക്കാണ്. ഇത്രയും കട്ടക്കലിപ്പിൽ നമ്മുടെ ഹീറോയിൻ കയറി വരുമ്പോൾ അതിനകത്തുള്ള ഒരു ലേഡി മറ്റേ ഫയലെല്ലാം റെഡിയാക്കി വെച്ചോ, പെട്ടെന്ന് തന്നെ അതെല്ലാം റെഡിയാക്കി വേണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചു കണ്ടോ ശരിയാക്കി തരാൻ വേണമെന്ന് പറയും. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഹീറോയിൻ പുതിയ കേസ് വരുന്നത് നോട്ട് ചെയ്യാനും അതിനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ഇപ്പോൾ. സോ അവിടെയാണ് ഹീറോയിൻ ഇപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ ഹീറോയിൻ കമ്പ്യൂട്ടർ മുന്നിൽ വന്നിരുന്ന എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹീറോയിന്റെ അടുത്തേക്ക് വരും. ഒരു കണ്ണാടി വെച്ച് അതിസുന്ദരിയായ ഒരു പെണ്ണ്. ഈ കണ്ണാടി പെണ്ണ് ഒരു കിഡിലെ ഹാക്കറാണ്. സോ നമുക്കും ഹാക്കർ എന്ന് തന്നെ വിളിക്കാം. ഈ ഹാക്കർ പെണ്ണ് വന്ന ഹീറോയിനോട് നമ്മളെ മിക്കവാറും ഈ ജോലി എന്ന് പറഞ്ഞു വിടും, ആരൊക്കെ എന്തൊക്കെയോ പരദൂഷണം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചീഫിനെ എല്ലാരും സോപ്പിട്ട് മയക്കുവാണെന്ന് പറയും. ഇത് കേട്ട ഹീറോയിൻ
നിനക്ക് ചിലപ്പോൾ പേടി കാണും, എനിക്കൊരു പേടിയുമില്ല, ഞാൻ എല്ലാം പക്കാ നീറ്റാണെന്ന് പറയും. ഇപ്പൊ നോക്കിക്കോ, ഈ ഫയല് കൊണ്ട് കാണിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. ചീഫ് എന്റെ ഈ പ്രവർത്തി കണ്ട് പുകഴ്ത്തു എന്ന് പറയും. എന്നിട്ട് ഹീറോയുടെ നേരെ ചീഫിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് ചീഫിന് കെട്ടിക്കൊടുത്ത്, ഇതെന്റെ മുത്തശ്ശി തന്നെയാണ്, പ്യുവർ ഗോൾഡാണ്, ദയവ് ചെയ്ത് എന്നെ ജോലി എന്ന് പറഞ്ഞുവിടല്ലേ എന്നും പറഞ്ഞ് കെഞ്ചും. എന്നിലെ പ്രതീക്ഷയിലാണ് കുടുംബം മൊത്തം ഇരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് വേലയ്ക്കൊന്നും പോകൂല, അവൻ ചുമ്മാ ഇരിപ്പാണ്, ജോലിക്കൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്ന ഒരു കൊച്ചിനെ എനിക്ക് തന്നു, ഇനിയിപ്പൊ അതിനെ നോക്കണം, അതുകൊണ്ട് എന്നെ ജോലി ഒന്ന് പറഞ്ഞുവിടല്ലേ എന്ന് പറയും. ഇതെല്ലാം കേട്ട ചീഫ്, നീ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നു, ഇവിടെ കുറെ പേരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടി, കൂടാതെ ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ആള് നീയാണ്, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി അപ്പൊ പറഞ്ഞു വിടുമെന്ന് പറയും. അടുത്ത സീനിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയിനെ കാണിക്കും, സുന്ദരിയായ ഒരു ഹീറോയിൻ. സെക്കൻഡ് ഹീറോയിന്റെ പേര് ജീഹൈ എന്നാണ്. ജീഹൈ ഒരു ട്രോളി ബാഗും കൊണ്ട് ഒരു സിറ്റിയിലൂടെ വെൽ ഡ്രസ്സിൽ നടന്നു വരുന്നു. ഈ വരുന്നത് എവിടെന്ന് വെച്ചാൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേഷ പകർച്ച. ജീഹയുടെ സപ്പോർട്ടിനെ ഒരു വലിയ ടീം തന്നെ കൂടെ ഉണ്ട്. എന്നാൽ അവര് മാറി നിന്ന് ഇതൊക്കെ ഒരു ജോലിയാണോ, പൂവാലന്മാരെ പിടിക്കാനാണോ പോലീസ് ആയത് എന്നൊക്കെ പറഞ്ഞ് ജീഹനെ കുറ്റം പറയും. പക്ഷെ ജീഹ എന്തായാലും അവന്മാരെ ഇന്ന് പിടിക്കണമെന്ന മൈൻഡിലാണ് വന്നിട്ടുള്ളത്. അവൾ അവരോട് കോൺഫറൻസിൽ ചോദിക്കും, ആരെങ്കിലും സംശയമുള്ളതായി കണ്ടോ? ഇല്ല, കണ്ടില്ല, നമ്മൾ കണ്ണിൽ തിരിയിട്ട് കാത്തിരിക്കുവാണെന്ന് തിരിച്ചു പറയും. അപ്പോഴാണ് ഒരുത്തൻ കറുത്ത നിക്കറും ടീഷർട്ട് ഇട്ടു ജീഹയുടെ അടുത്ത് വന്ന് അവളുടെ കാലിൽ മഷി കുടഞ്ഞ് അവിടെ നടന്നു പോകും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മഷി കുടഞ്ഞു കഴിഞ്ഞ് അവരുടെ ഫോട്ടോ എടുത്ത് അത് വെച്ച് അവർക്ക് നേരെ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ പൂവാലന്മാരുടെ പണി. അതുകൊണ്ടാണ് ഇവന്മാരെ പിടിക്കാൻ വേണ്ടി നമ്മുടെ പെണ്ണിപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ജീഹ ഇത് കണ്ട് ഞെട്ടി, നീയൊക്കെ അവനെ കണ്ടോടാ, എന്റെ പുറകിൽ കറുത്ത തൊപ്പിയും വെച്ച് പോണെന്ന് പറയും. അവളുടെ ടീം അവനെ കണ്ടിട്ട് നിനക്കൊരു കുലുക്കോ ഇല്ലാത്തതുകൊണ്ട് അവൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, നീ മുന്നത്തെ പോലെ പേടിച്ചോടാതെ അവിടെ തന്നെ നിൽക്കുന്നു പറയും. വീണ്ടും വരുന്ന ആള് ഫോണിൽ മുത്തേ ഞാൻ ഇവിടെ എത്തി, സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ വാങ്ങി വരാം എന്നൊക്കെ പറഞ്ഞൊരു പേന എടുത്ത് ലിസ്റ്റ് എഴുതുമ്പോൾ അത് തെളിയില്ല. ഈ പേന തെളിയാത്തോണ്ട് ഇയാൾ അതിനെ കുടഞ്ഞു ഒടിക്കുമ്പോൾ വീണ്ടും ജീഹയുടെ കാലിലും ഡ്രസ്സിലും മഷി തെറിക്കും. നമ്മുടെ പെണ്ണാകെ കട്ട കലിപ്പോടെ നിന്നെ ഒന്ന് കൊല്ലൂടാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബക്കറ്റ് എടുത്ത് അവന്റെ മണ്ടയ്ക്ക് ഒരൊറ്റ അടി. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ആവും. അടുത്ത സീൻ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള പോലീസ് സെക്കൻഡ് ഹീറോയിനടുത്ത്, നിനക്ക് ഈ ജോലി വെറും കുട്ടിക്കളിയാണ്, നിന്നെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല, മുന്നേ ഒരുത്തന്റെ മണ്ടയ്ക്ക് തോക്കെറിഞ്ഞ് അവനെ ബോധം കെടുത്തി, ഇതാ ഇപ്പൊ ഒരുത്തന്റെ മണ്ടയ്ക്ക് ബക്കറ്റ് എറിഞ്ഞ് ബോധം കെടുത്തി, നീ അയാളുടെ മുഖത്തേക്ക് നോക്ക്, കണ്ടിട്ട് തന്നെ പാവം തോന്നില്ലേ, ഇരുന്നിരുന്നൊരു കേസ് കിട്ടിയതാണ്, ഇപ്പൊ അതെല്ലാം കൂടി എന്റെ നെഞ്ചത്തായി. ഇതെല്ലാം സെക്കൻഡ് ഹീറോയിനോട് സീനിയർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഹീറോയിൻ വാതിലും തുറന്ന് പൊന്നേന്ന് വിളിച്ച് തലക്കടിയ ടാലിന്റെ അടുത്ത് ഓടി വരും. നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡാണ് ഇയാള്. സംഭവം ഹസ്ബൻഡ് അടികൊള്ളുന്നതിന് മുന്നേ സാധനം വാങ്ങാൻ വന്നു മുത്ത് എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? അത് ഫോണിലൂടെ നമ്മുടെ ഹീറോയിന്റെ അടുത്തായിരുന്നു പറഞ്ഞത്. ഇവിടെ വേറൊരു ട്വിസ്റ്റ് കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ഹീറോയുടെ സഹോദരിയാണ് ബക്കറ്റ് കൊണ്ട് തലക്കടിച്ച സെക്കൻഡ് ഹീറോയിൻ. ആദ്യ സീനിൽ ഒരു കൊച്ചു പെൺകുട്ടി ഒരാളും കൂടി ഹീറോയിനെ കണ്ടിട്ട്, ഇങ്ങനെ ഒരു പെണ്ണിനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇവിടെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഇവര്. ഇവിടെ സ്റ്റേഷനിൽ എല്ലാരും കൂടി ആകപ്പാടെ അലമ്പ്. ഒരു പോലീസുകാരൻ സെക്കൻഡ് ഹീറോയിൻ ഹസ്ബൻഡിനെ അടിക്കുന്ന വീഡിയോ ഹീറോയിന് കാണിക്കും. ജീഹ ഹീറോയുടെ പുറത്ത് കയറിയിരുന്ന് ഇടിച്ചു ഉരുട്ടുക. എന്നിട്ട് തല ഉയർത്തി നോക്കുമ്പോഴാണ് സ്വന്തം ചേട്ടനെയാണ് പെണ്ണ് ഇടിച്ചെന്ന് മനസ്സിലായത്. ഹീറോയിൻ ഈ വീഡിയോ കണ്ട് സ്വന്തം ചേട്ടനെ തല്ല നിനക്ക് എങ്ങനെ തോന്നിയിടി നാറി. സ്റ്റേഷനിൽ ഇപ്പൊ ആകപ്പാടെ കുടുംബ വഴക്കായി. ഹസ്ബൻഡ് കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ബാക്കി പോലീസുകാർ ഹീറോയിനോട് ക്ഷമ ചോദിച്ചു ഒരുവിധം ഹീറോയിനെ സമാധാനപ്പെടുത്തും. അടുത്ത സീനിൽ ഹീറോയിന്റെ വീട് കാണിക്കും. 3 പേർ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നേരത്തെ നടന്ന സംഭവത്തിൽ ഹീറോയിനും സെക്കൻഡ് ഹീറോയിനും ഇപ്പോഴും വഴക്കാണ്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലിരുന്ന് പാവ ഹീറോ കഞ്ഞി കുടിക്കുന്നു. നിന്നെ പ്രേമിച്ച് കിട്ടിയതിനു ശേഷം അവന് നേരെ ഒന്ന് ലോയർ പരീക്ഷ എഴുതാൻ പോലും പറ്റിയിട്ടില്ല എന്ന് സെക്കൻഡ് ഹീറോയിൻ പറയും. ഇനി എല്ലാം കൊണ്ട് എന്റെ തലയ്ക്ക് വെക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യവും നോക്കുന്ന ഞാനാ. ഇവരുടെ ഈ അടി കാരണം ഹീറോ കഞ്ഞി വാവരെ കൊണ്ടുവന്നിട്ട് കുടിക്കണോ വേണ്ടേ എന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് പാവം. അടുത്ത സീനിൽ സെക്കൻഡ് ഹീറോയിനും ഹീറോയിന്റെ കൂടെ ഓഫീസിലിരിക്കും. കൂടെ നമ്മുടെ സുന്ദരി ഹാക്കർ ഇരിപ്പുണ്ട്. സെക്കൻഡ് ഹീറോയിൻ തെറ്റായിട്ടുള്ള ആളെ പിടിച്ചിടിച്ച വീഡിയോ മൊത്തം വൈറലായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം നാണക്കേടായി. ജീഹ ഇപ്പൊ പനിഷ്മെന്റ് കിട്ടി ഹീറോയിന്റെ കൂടെ തന്നെ അവിടെ കേസ് എഴുതാനും മറ്റും ഇരിക്കുന്നു. അവിടെ ഇരുന്ന് രണ്ടും കൂടി ഒരേ വഴക്ക്. ഈ സമയം ഹാക്കർ BTSന്റെ പ്രോഗ്രാമിന് ഫ്രണ്ട് ലൈൻ തന്നെ ഹാക്ക് ചെയ്ത് ബുക്ക് ചെയ്യും. അതിന്റെ സന്തോഷ പ്രകടനമെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. പെണ്ണൊടുക്കത്തെ ഹാക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് ഹീറോയിനും ഹാക്കറും കൂടി രണ്ട് സൈഡിലിരുന്ന് ഇവള് വെറും ചെറ്റിയാണ്, സ്വന്തം ചേട്ടനെ അതിന്റെ കെട്ടിയോനെ തല്ലി അയാൾക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ കുറ്റം പറഞ്ഞ് മെസ്സേജ് അയക്കും. ഇത് മനസ്സിലാക്കി ജീഹെ, നീയൊക്കെ ഒന്ന് നിർത്താമോ, കുറ്റം പറയാനാണെങ്കിൽ നിനക്ക് അതൊക്കെ എന്റെ മുഖത്തോക്കി പറഞ്ഞൂടെ, അല്ലാതെ ഇവളെ പരിപാടി കാണിക്കരുത്. ഇവരയക്കുന്ന മെസ്സേജ് ജീഹെ കണ്ടെന്ന് മനസ്സിലായപ്പോ മെസ്സേജ് നിർത്താതെ ഫോൺ മാറ്റി പിടിച്ച് മെസ്സേജ് അയക്കുന്നു ഇപ്പൊ രണ്ടും. അപ്പൊ അവിടേക്ക് കംപ്ലൈന്റ് പറയാൻ വന്ന ഒരു ലേഡി വന്ന്, ഇതെന്താ ഇത്ര താമസം, ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, ചോദിച്ച് വഴക്കിടും. ജീഹെ ദേഷ്യം വന്ന്, അത്രയും പേര് അവിടെ ഇരിക്കുന്നില്ലേ, നിങ്ങളും അവിടെ പോയി ഇരിക്കും വിളിക്കാന്ന് പറയും. ഹീറോയിൻ ഇത് കണ്ട്, നിനക്കൊന്ന് മയത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചൂടെ, നീ ഇവിടെ പോലീസല്ല പണിയെടുക്കാനാണ് വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് സംസാരിക്കാൻ ഹീറോയിൻ പറയും. അപ്പോഴാണ് ഒരു പെണ്ണ് അവളുടെ ടോക്കണായി അകത്തേക്ക് കയറി വരുന്നത്. അവളെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നവും സങ്കടവും പേടിയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഹീറോയിൻ അവളോട്, എന്താണ് മാഡം നിങ്ങളുടെ കംപ്ലൈന്റ് പറഞ്ഞോളാൻ പറയും. അപ്പൊ അവിടേക്ക് അവിടെ
ഉള്ള സ്റ്റാഫ് തന്നെ കുറച്ച് പയ്യന്മാർ ചിരിച്ചു കളിച്ച് അതിനകത്തേക്ക് കയറി വരും. ഇത് കണ്ട് ഈ കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന പെണ്ണു എന്തൊക്കെയോ ഒരുപാട് ആലോചിച്ച് പേടിച്ച് അവളുടെ ഫോൺ അവിടെ വെച്ച് അവിടെ ഇറങ്ങി പോകും. ഈ പെണ്ണ് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്ത് പറ്റി, പ്രശ്നം പറയൂ എന്നൊക്കെ ഹീറോയിൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. നോക്കുമ്പോൾ അവളുടെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. ഹീറോയിൻ അവൾ ഫോൺ മറന്നു വെച്ചതാണെന്ന് കരുതി അത് കൊടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി അവളെ പുറകിൽ നിന്ന് വിളിക്കും. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പുറകിലോട്ട് ഒരു കാലെടുത്ത് വെച്ച് നീങ്ങുന്നതും ഒരു വാൻ വന്ന് അവളെ ഇടിച്ച് തെറിപ്പിക്കും. അവിടെയുള്ള എല്ലാവരും ഇതുകൊണ്ട് ഭയങ്കര ഷോക്കില്ല. എല്ലാവരും ഓടി അവിടേക്ക് വന്ന് ആംബുലൻസ് വിളിച്ച് അവളെ അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ ഫോൺ ഹീറോ നോക്കുമ്പോൾ അത് ലോക്കാണ്. ഫോൺ നമ്മുടെ ഹാക്കറിന്റെ കയ്യിൽ അൺലോക്ക് ചെയ്യാൻ കൊടുക്കും. ആ ലോക്ക് ഹാക്കർ നിസ്സാരം പോലെയാണ് അൺലോക്ക് ചെയ്യും. ഈ ഫോൺ അൺലോക്ക് ചെയ്ത സന്തോഷത്തിൽ ഹാക്കർ അവിടെ കിടന്ന് വിളിച്ചു കൂകും. എന്നിട്ട് മൂന്നെണ്ണം കൂടി ഫോണിൽ എന്താണെന്ന് അറിയാതെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലേഡി ചീഫ് അവിടേക്ക് വന്ന് നിങ്ങളുടെ തമാശ പറഞ്ഞ് രസിക്കാൻ വന്നതാണോ ചോദിച്ച് അവരോട് ചൂടാവും. അതിനിടയ്ക്ക് ഹാക്കർ ബാക്കി രണ്ടുപേരെ മോശമായി പറയും. ഇത് കേൾക്കുമ്പോൾ ലേഡി ചീഫ് നീ മിടിക്കുക, ഇവരുടെ കൂടെ കൂടി നിന്റെ ജോലി കളയാതെ നിന്റെ പണി നോക്കാൻ പറയും. അത് കഴിഞ്ഞ് ആ ഫോൺ തുറന്ന് നോക്കുമ്പോൾ വമ്പം പണി. ആ ആക്സിഡന്റ് ആയ പെൺകുട്ടിയുടെ ഒരു മോശം വീഡിയോ ആരോ എടുത്ത് അവൾക്ക് തന്നെ അയച്ച് ഇതിൽ 30,000 ലൈക്ക് ആയാൽ അപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി മനഃപൂർവ്വം വണ്ടിയുടെ മുന്നിലെടുത്ത് ചാടിയത്. നമ്മുടെ ആൾക്കാർ ഇതിനെപ്പറ്റി പരസ്പരം സംസാരിച്ച് ഒരു റിസർച്ച് ഒക്കെ നടത്തി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാക്കർ പെണ്ണ് പറയുന്നത് മുൻപൊരിക്കൽ ഒരു പെൺകുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് അത് ഇതുപോലൊരു ലീക്ക്ഡ് വീഡിയോയുടെ കേസിലാണ്. ഇങ്ങനെയുള്ള കേസുകൾ സൈബർ ക്രൈം യൂണിറ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവർ ഇതിന്റെ പിന്നാലെ പോയി അന്വേഷിക്കാറില്ല. 20-21 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് കൂടുതൽ ഇതിന് സംഭവിക്കുന്നത്. സെക്കൻഡ് ഹീറോയിൻ വണ്ടി ഇടിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരായി സംസാരിക്കാൻ ഹോസ്പിറ്റലിൽ വരും. ആ കുട്ടിയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ്. അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു കാരണമില്ല എന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹീറോയിൻ അമ്മയോട് അവൾക്ക് ആരെങ്കിലും ഇഷ്ടമായിരുന്നോ ചോദിക്കും. അവൾ അതൊന്നും പറഞ്ഞിട്ടില്ല, അമ്മക്ക് അറിയില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഡോക്ടറുമായി ജീഹ സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയും കുട്ടിയുടെ ബോഡിയിൽ മയക്കുമരുന്നിന്റെ അംശമുണ്ടെന്ന്. അതുമല്ല അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും ബോഡിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയം അവിടെ ആക്സിഡന്റ് ആയ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി വരും. സെക്കൻഡ് ഹീറോയിൻ അവളോട് ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കും. അവൾക്ക് കാമുകനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്ലബ്ബിൽ പോയിരുന്നു, അവൾ വരുന്നില്ല എന്നാ പറഞ്ഞ. പക്ഷെ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് അവളെ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ഡാൻസ് ചെയ്യുന്ന സമയം രണ്ടുപേര് വന്ന് ഞങ്ങളെ മുകളിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചു. അവരുടെ കൂട്ടത്തിലെ ഒരാൾ പെർഫ്യൂം കമ്പനി ഓണർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂട്ടുകാരിക്ക് അവളുടെ വീട്ടിൽ നിന്നൊരു കോൾ വന്നതുകൊണ്ട് അവൾ അത് എടുത്ത് സംസാരിക്കാൻ ബാത്റൂമിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവർ ആരെയും കാണുന്നില്ല. അവിടെ ഈ ഫ്രണ്ട് കുറെ തവണ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചെങ്കിലും അവൾ അറ്റൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം അവൾ തന്നെ ഇങ്ങോട്ട് വിളിച്ച് കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തി എന്ന് പറഞ്ഞു. അതിനുശേഷം കോളേജിൽ വന്നപ്പോൾ അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് വേറൊരു ഫ്രണ്ടാണ് ഇവളുടെ ഫോട്ടോ കാണിച്ചത്. സോജനല്ലേ അവളുടെ ഫോട്ടോ ലീക്കായോ എന്ന് പറഞ്ഞത്. അത് കണ്ട ഉടനെ ഞാൻ അവളെ വിളിച്ചപ്പോഴാണ് അവൾ സൂയിസൈഡ് ചെയ്തെന്ന് അറിഞ്ഞത്. എങ്ങനെയും അവളെ സഹായിക്കണമെന്ന് കൂട്ടുകാർ കരഞ്ഞുകൊണ്ട് പറയും. അടുത്ത സീനിൽ ഹീറോയുടെ ഓഫീസ് കാണിക്കും. അവിടെ ലേഡി ചീഫ് വന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ഹീറോയിനെ കാണില്ല. അവൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൾ ബാത്റൂമിലാണ്. അവൾക്ക് രാവിലെ തൊട്ട് വയറിളക്കം എന്ന് പറയും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. അവിടെ തന്നെയാണ്. ആണോ എന്നാ അവളെ ഒന്ന് പോയി കാണാമെന്ന് ചീഫ് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോവല്ലേ, ഉള്ളതെല്ലാം വാരി വലിച്ചു തിന്നു, ഭയങ്കര സ്മെല്ലാണ്, ബോധം പോകുന്നു ഹീറോയിൻ പറയും. ഇത് കേൾക്കുമ്പോൾ ചീഫ് പിന്നെ അങ്ങോട്ട് പോവില്ല. സെക്കൻഡ് ഹീറോയിൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൾക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച് കംപ്ലൈന്റ് കൊടുക്കും. ഇതുപോലെ ഒരു 1000 കേസെങ്കിലും ഡെയിലി വരും, എല്ലാം നോക്കാവുന്ന ടൈമില്ല, അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറയും അവിടെ ഉള്ളവർ. സെക്കൻഡ് ഹീറോയിൻ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി ഓഫീസിൽ വന്ന് എല്ലാ കാര്യവും നമ്മുടെ ആൾക്കാരോട് പറയും. കേസ് കൊടുത്താലും അവരുടെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് അന്വേഷിക്കുമ്പോൾ 3-4 ദിവസം എടുക്കും. പക്ഷെ വീഡിയോ നാളെ തന്നെ ഇടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാമെന്ന് അവർ ഒരു തീരുമാനം എടുക്കും. ഈ ആക്സിഡന്റ് ആയ പെൺകുട്ടി സോജി ആരുടെ കൂടെയാണ് ക്ലബിൽ നിന്ന് പോയതെന്ന് CCTV നോക്കിയാൽ അറിയാൻ കഴിയും. അത് കിട്ടുമെന്ന് അന്വേഷിക്കാൻ സെക്കൻഡ് ഹീറോയിൻ പോകാൻ നേരം ചീഫ് അവളെ കണ്ടുപിടിക്കും. എവിടെ പോവാ, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് നിന്റെ പണിയെടുക്കാൻ പറയും. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാക്കർ പെണ്ണ് പറയും നീ ഒരിടത്ത് പോകണ്ട, നമുക്കെല്ലാം ഇവിടെ റെഡിയാക്കാം. നോക്കുമ്പോൾ അവിടുത്തെ CCTV എല്ലാം പെണ്ണ് ഹാക്ക് ചെയ്തു. അതിൽ ആരെങ്കിലും സോജിനെ കൊണ്ടുപോകുന്നുണ്ടോ നോക്കുമ്പോൾ 2-3 പേര് അവളെ കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് ഡ്രഗ് കൊടുത്ത് അവളെ മയക്കിയാണ് കൊണ്ടുപോകുന്നത്. ആ ആൾക്കാരുടെ മുഖം ക്ലിയർ അല്ല, പക്ഷെ അതിലൊരുത്തിന്റെ കയ്യിൽ പാമ്പിന്റെ ഒരു ടാറ്റു ഇവർ കാണുന്നുണ്ട്. പിന്നെ അവർ പോകുന്ന കാർ അതിൽ നമ്പർ നോട്ട് ചെയ്ത് അത് ആരുടെ എവിടെ ഉള്ളതാണെന്ന് ഒക്കെ ഹീറോയിൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാറില്ല, അതിലെ ഡീറ്റെയിൽസ് എല്ലാം ഫേക്ക് ആണെന്ന് അവിടെ നിന്ന് പറയും. CCTV വെച്ച് ആ കാർ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഹീറോയിൻ ചോദിക്കും. നമുക്ക് മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കാന്ന് പറഞ്ഞ് ഹാക്കർ അവളുടെ പണി തുടങ്ങും. അവിടെ ഇവിടെയൊക്കെ ചെറുപറാവുന്ന പെണ്ണ് നോക്കുമ്പോൾ ജീഹ അടുത്തിരുന്ന് ദേ പോയി അതിന്റെ പുറകെ ചായക്കടയുടെ പുറകിൽ എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ ടെൻഷനാക്കും. ഈ ടെൻഷൻ ആകുമ്പോൾ ഹാക്കറിന് ഭ്രാന്ത് കയറി നീ എന്ത് സ്പീഡാണ് ഈ പറയുന്ന ഓഫീസിൽ കാരണം ഉറക്കെ തെറി വിളിക്കും. ബോധം വന്ന് നോക്കുമ്പോൾ ചീഫ് മുന്നിൽ നിൽക്കുന്നു. മറ്റേ രണ്ടെണ്ണത്തിനെ ഹാക്കർ നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെ അപ്പുറത്തിരുന്ന് അവരുടെ പണി നോക്കും. ചീഫ് പെണ്ണിനോട് എന്താ പരിപാടി, ഞാൻ പണിയെടുക്കുക. ആ പണിയെടുത്തോ, പക്ഷെ നിന്റെ 3 പോയിന്റ് തേറി പറഞ്ഞതിന് ഞാൻ കുറച്ചൊന്ന് ചീഫ് പറയും. ചീഫ് അവിടെ നിന്ന് പോകുമ്പോൾ 2 വീണ്ടും വന്ന് എന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി പറ്റില്ല, നീയൊക്കെ വെറും കള്ളികളെന്ന് പറയും.
പറയും. ഹീറോയിൻ കുറെ പറഞ്ഞ് അവളെ സോപ്പിട്ട് വീണ്ടും ട്രാക്കിംഗ് തുടങ്ങും. അന്വേഷിച്ചൊടുവിൽ ഒരു ഹോട്ടലിൽ കാർ ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അവിടുത്തെ അഡ്രസ്സ് സെക്കൻഡ് ഹീറോയിന് കൊടുക്കും. അവൾ അവിടെ നിന്ന് എണീറ്റ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് പോകും. അതിന് മുന്നേ തന്നെ ഹീറോയിൻ ചീഫിന്റെ അടുത്ത് നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റും. എല്ലാം വെൽ പ്ലാനിംഗ് ആണ്. സെക്കൻഡ് ഹീറോയിൻ ഹോട്ടലിൽ വന്ന് ഇവിടെ 4 പേർ ഒരു പെണ്ണിനെ കൊണ്ട് സംശയമുള്ളതുപോലെ വന്നു എന്ന് ചോദിക്കും. അവിടെ ഇരിക്കുന്ന ഹോട്ടൽ ഓണർ ഇവിടെ വരുന്ന എല്ലാവരും ദുരൂഹത ഉള്ളവരാണ്, വല്ല ഐഡന്റിറ്റി ഉണ്ടല്ലോ പറയാൻ പറയും. അപ്പോൾ അവിടേക്ക് ഒരുത്തൻ ഫ്രീക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കിളി ലുക്കിൽ വരും. നിങ്ങൾ എങ്ങനെയുള്ള ആളിനെയാണ് അന്വേഷിക്കുന്നതെന്ന് ഓണർ ചോദിക്കും. ഒളി ക്യാമറ സെക്ഷൽ ഒഫൻസ് ആണെന്ന് സെക്കൻഡ് ഹീറോയിൻ പറയും. അപ്പൊ തന്നെ അവിടെ വന്ന കിളിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ താഴേക്ക് വീഴും. വലിയ ക്യാമറ തന്നെ വേണമെന്നില്ല, ഇപ്പൊ പേനയിൽ വരെ ചെറിയ ക്യാമറ പിടിപ്പിക്കാൻ പറ്റും, നമുക്ക് കാണാൻ പോലും പറ്റില്ല എന്ന് ഓണർ പറയും. അത് പറഞ്ഞ് തീഴുമ്പോഴേക്കും കിളിയുടെ പോക്കറ്റിൽ നിന്ന് കുറെ പേന താഴെ വീഴും. കൂളിംഗ് ഗ്ലാസ്സിൽ വരെ വെക്കാൻ പറ്റുന്ന ഓണർ അപ്പോഴേക്കും കിളി വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് താഴെ വീഴും. ഡിജിറ്റൽ ക്യാമറകൾ ഇപ്പോൾ ചവറ് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമെന്ന് ഓണർ അപ്പൊ തന്നെ കുറെ ക്യാമറ താഴെ വീഴും. പിന്നെ ബട്ടൺ പോലത്തെ ക്യാമറ, അത് പറയുമ്പോൾ കിളിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ലോഡ് ബട്ടൺ താഴെ വീഴും. നമ്മുടെ പെണ്ണ് ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്നു. അവർക്ക് അവനെ സംശയം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അവ അവിടെ ഓടും. ജീഹ വീടിൽ അവന്റെ പുറകെ ഓടും. ഹാക്കർ പെണ്ണ് അവൻ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള സെയിം ടൈം ഇൻഫോം ചെയ്യും. ഹീറോയിൻ ഇത് കണ്ട് അവൾ ആപത്തിലാണ്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ചീഫ് കാണാതെ തറയിലൂടെ എഴഞ്ഞ് അവിടെ നിന്ന് പുറത്തുകയാണ്. ഇവിടെ സെക്കൻഡ് ഹീറോയിൻ കിളിയുടെ പുറകെ അവനെ പിടിക്കുക ഒരേ ഓട്ടം. അവനാണെങ്കിൽ പിടി കൊടുക്കാതെ വണ്ടിയുടെ മുകളിലൂടെ ഒക്കെ ചാടിക്കിടന്ന് ഒരിടത്തെത്തുമ്പോൾ അവനെ മിസ്സാവും. ഹാക്കർ ആ സമയം വലത് സൈഡിലുണ്ട് നോക്കാൻ പറയും. അപ്പൊ തന്നെ ഓഫീസിൽ ഒരാൾ വന്ന് ക്രൈം ഡിവിഷൻ എവിടെ നിന്ന് ചോദിക്കും. മുകളിൽ നിന്ന് ഹാക്കർ അവനോട് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് ഹീറോയിൻ ഭയങ്കര ഉയരമുള്ള ഒരു മതിൽ കണ്ടിട്ട് അതിലൂടെ വലിഞ്ഞ് കയറാൻ നോക്കും. അവൻ ഇത്ര ഉയരമുള്ള മതിൽ എങ്ങനെയായിട്ട് ചാടിക്കണമെന്ന് ഹാക്കറിനോട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത് ഇവിടെ ഒരുത്തനോട് പറഞ്ഞതാ, നീ തിരിഞ്ഞു പോ, അവൻ അങ്ങോട്ട് പോയെന്ന് പറയും. ഒരിടത്തെത്തുമ്പോൾ അവൻ ഒരു കൊച്ചിന്റെ ബാറ്ററി സൈക്കിളും പിടിച്ചു വാങ്ങി അതൊരു സ്പീഡിൽ പോകും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ വേറൊരു സൈക്കിളിൽ സ്റ്റൈലിൽ വന്ന് അവനെ ചാടി പിടിക്കും. എന്നിട്ട് കൈ രണ്ടും പുറകിൽ പിടിച്ച് ഹാൻഡ് കഫ് ഇടും. അവൻ അവിടെ കടന്ന് പുറത്തൊന്ന് മാറടി നാറിയെന്ന് പറയുമ്പോൾ ഹീറോയിൻ ടെൻഷനായി നാറിയെന്ന് വിളിക്കുന്ന ചോദിച്ച് അവന്റെ മുടിയിൽ പിടിക്കുമ്പോൾ അതൊരു വിഗായിരുന്നു. അതെല്ലാം കൂടി പറഞ്ഞ് ഹീറോയുടെ കയ്യിലിരിക്കും. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. പിടിച്ചത് ആദ്യ സീനിൽ ഹീറോ ഒരു ട്രക്ക് ഡീലറെ പിടിച്ചില്ലേ, ലവനാണ് ഇവൻ. പുള്ളി ട്രക്ക് ബിസിനസ് ഒക്കെ നിർത്തി ഇപ്പൊ ഇതുപോലുള്ള ഞൊട്ടിനൊടുക്ക് സാധനം വിറ്റ് ജീവിക്കുന്നു. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും പേടിച്ച് നിക്കറിലൂടെ മുള്ളും. ഇപ്പോഴും നിനക്കൊരു മാറ്റം ഇല്ലല്ലോടെ നാറി. അടുത്ത സീനിൽ ഡീലറിന്റെ പാൻറ്റൊക്കെ അഴിച്ച് നിക്കറിൽ ഒരിടത്ത് കെട്ടിയിരുത്തും. എന്നിട്ട് ഇവിടെ ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞ് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കും. പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രഗിന്റെ എഫക്ട് കാരണം കുറെ നേരത്തേക്ക് അവർക്ക് ബോധം ഉണ്ടാകില്ല, മരിച്ചതുപോലെ ബോഡി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ സമയത്താണ് ഇവന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പേര് മാജിക് പെർഫ്യൂം എന്നാണ്. അത് മുഖത്ത് സ്പ്രേ ചെയ്താൽ 1/2 മണിക്കൂർ ബോധം ഉണ്ടാവില്ല. ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണെന്ന് ഡീലർ പറയും. അതിനെപ്പറ്റി അറിയോന്ന് ചോദിക്കുമ്പോൾ ഡീലർ അറിയില്ല എന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ, എന്നാ ശരിയെന്ന് പറഞ്ഞ് അവനെ അവിടെ കെട്ടിവെച്ചിട്ട് നമ്മുടെ ആൾക്കാർ പോകാൻ നേരം പെട്ടുപോകുമെന്ന് വിചാരിച്ച് ഡീലർ പറയും. ഇറ്റേവണിലെ പള്ളിക്ക് പിന്നിൽ ഒരു ടാറ്റു ഷോപ്പിൽ ഇത് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ഹീറോയിൻ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും ആക്സിഡന്റ് ആയ പെൺകുട്ടിയുടെ ഫോട്ടോക്ക് 22,000 ലൈക്ക് കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ ഒരു കടയിൽ കയറി രണ്ടുപേരും ഇലയും പൂവും ഒക്കെ ഉള്ള ഒരു ഷർട്ട് വാങ്ങിയിട്ട് ഡീലർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അടുത്ത സീനിൽ രണ്ടുപേരും വന്ന് ഒരു ടാറ്റു ഷോപ്പിൽ വന്ന് അയാളോട് സംസാരിക്കും. അയാൾക്കാണ് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, ഇവർക്കാണ് കൊറിയൻ. ഹീറോയിൻ ജീഹയുടെ അടുത്ത് നിനക്ക് ഡിഗ്രി ഒക്കെ ഉള്ളതല്ലേ, നീ ഇംഗ്ലീഷ് പറഞ്ഞ് കാര്യം റെഡിയാക്കടി എന്ന് പറയും. അവളാണെങ്കിൽ എവിടെന്നോ കേട്ടു പഠിച്ചത് നമ്മൾ പറയുമ്പോൾ അങ്ങും തൊടാതെ ഓരോ ഇംഗ്ലീഷ് പറയും. അവനോട് പെർഫ്യൂം വേണം, പുതിയ പെർഫ്യൂം, മ്യാൻമാറിലെ സാധനം എന്നൊക്കെ പറയും. ഈ ഷോപ്പുകാരനൊന്നും മനസ്സിലാവാത്തോണ്ട് നിന്റെ തലയിൽ പിന്നാക്കാണോ, മ്യാൻമാറിൽ ഒരുണ്ട് എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ് തെറി പറയും. ഈ തെറി കേട്ട് ഹീറോയിൻ ടെൻഷനായി മുന്നിലേക്ക് വന്ന് പഞ്ചാബി ഹൗസിലെ ഹനീഫിക്ക പറയുമ്പോൾ ആംഗ്യം കാണിക്കും. പെർഫ്യൂം മുഖത്തടിച്ച് അവസാനമാകുമ്പോ ബോധം ചത്തു എന്നൊക്കെ. ഷോപ്പുകാർ ഇവർക്കൊക്കെ പ്രാന്താണെന്ന് പറഞ്ഞ് അയാളുടെ പണി ചെയ്യും. ഹീറോയിൻ രണ്ടുപേരും ചിലപ്പോൾ ഇവരൊക്കെ കോഡ് ഭാഷയായിരിക്കും പറയുന്നതെന്ന് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ടാറ്റു കടക്കാരൻ ആദ്യം ജീഹയുടെ അടുത്ത് ടാറ്റു അടിക്കുന്നുണ്ടോ ചോദിച്ചിരുന്നു. ഹീറോയിൻ സെക്കൻഡ് ഹീറോയിനോട് ടാറ്റു അടിക്കാൻ പറയും. ജിഹാദ് സമ്മതിക്കില്ല. അവസാനം ഹീറോയിൻ പറഞ്ഞു അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. രണ്ട് കണ്ടു ഉരുട്ടി പേടിച്ച് ജിഹ ടാറ്റു ചെയ്യാൻ കിടക്കും. അയാൾ വന്ന് ഏത് ഡിസൈൻ വേണമെന്ന് ചോദിക്കുമ്പോൾ പെർഫ്യൂം എന്ന് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എടാ അത് പറയണ്ടേ, ഇപ്പോലെ മനസ്സിലായെന്ന് പറഞ്ഞ് ഇയാൾ അകത്തേക്ക് പോയി എയർ ഫ്രഷ്നർ എടുത്തോണ്ട് വരും. എന്നിട്ട് അവിടെ എല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ മാജിക് പെർഫ്യൂം ആണെന്ന് വിചാരിച്ച് നമ്മുടെ ആൾക്കാർ മൂക്ക് വെത്തും. അപ്പൊ കടക്കാരൻ ചോദിക്കും മണമുണ്ടോ, സെറ്റ് അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ജിഹെ FBI എന്ന് ടാറ്റും കുത്തി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പൈസയും കൊടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹീറോയിന് ഭയങ്കര ദേഷ്യമാണ്. ഹീറോയിൻ അവളോട് നീ ടെൻഷൻ ആവല്ലേ, FBI പോലീസാണ്, 3 അക്ഷരമല്ലേ ഉള്ളൂ, ഒന്ന് സമാധാനിക്കെന്ന് പറഞ്ഞ് മുന്നിലേക്ക് നോക്കുമ്പോൾ അടുത്ത ടാറ്റു ഷോപ്പ് കാണും. അപ്പൊ തന്നെ സെക്കൻഡ് ഹീറോയിൻ ഇനി നിന്റെ ചാൻസ് ആണെന്ന് പറയും. അങ്ങനെ അതിനകത്ത് കയറി ഹീറോയിൻ ടാറ്റു ചെയ്യാൻ കിടക്കും. അവിടെ ഒരു ലോക്ക് മുടിക്കാരനാണ് ടാറ്റു ചെയ്യാൻ പോകുന്നത്. അവനോട് ആംഗ്യം
കാണിച്ച് മാജിക് പെർഫ്യൂം വേണമെന്ന് പറയും. നിങ്ങളാണ് ആദ്യമായി അത് വാങ്ങാൻ ഇവിടേക്ക് വന്നത്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അയാൾ അകത്തേക്ക് പോകും. അകത്ത് പോയി വന്ന മുടിയൻ ഒരു ഗണ്ണെടുത്ത് അവർക്ക് നേരെ ചൂണ്ടി നീയൊക്കെ ഇവിടെ വന്ന് കളിക്കുവാനോന്ന് ചോദിച്ച് തെറി പറയും. അപ്പോൾ തന്നെ 4-5 പേര് വന്ന് ഇവർക്ക് ചുറ്റും വളയും. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവർ ഡ്രസ്സ് മേടിച്ച കടയിൽ ആളും ഇവരുടെ കൂടെ ഉണ്ട്. ഇവരെല്ലാം ഒരു ടീമാണ്. കൊന്നു തള്ളേക്കാൻ മുടിയൻ പറയും. അവന്മാർ പല ആയുധങ്ങളായി മുന്നിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ അവിടെ ഇരുന്ന ഡ്രിങ്ക്സ് തട്ടി ഇലക്ട്രിക് വയറിലേക്ക് ഇട്ടു. അവിടുത്തെ കറണ്ട് എല്ലാം പോകും. നമ്മുടെ ആൾക്കാർ അപ്പോൾ തന്നെ ഫോണിലെ ഫ്ലാഷ് ഉപയോഗിച്ച് ഓരോരുത്തരെ അടിച്ചില്ലാതാക്കും. അവസാനം അവന്റെ കയ്യിലെ തോക്കും പിടിച്ച് ഹീറോയിൻ മേലേക്ക് 2 വെടിവെച്ച് സന്തോഷിച്ച് തോക്ക് പിടിച്ചിട്ട് എത്ര നാളായി. അടുത്ത സീരിയൽ നോക്കുമ്പോൾ 2 വിലങ്ങ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നു. ഇവരിപ്പോ ഈ ചെയ്ത കാര്യങ്ങൾ വേറെ സ്ഥലത്തായതുകൊണ്ടാണ് ഇവർ പോലീസാണെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കില്ല. നീ എന്തിനാ വെടിവെച്ചെന്ന് ജീഹ ചോദിക്കും. തോക്ക് കിട്ടിയ സന്തോഷത്തിലാണെന്ന് ഹീറോയിൻ പറയും. അപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരുടെ പോലീസും സീനിയറും എല്ലാം അങ്ങോട്ടേക്ക് വരും. ഇവരും പോലീസാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറക്കും. ഇവരുടെ കൂടെ ഹീറോയിന്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ഹീറോ ഭാര്യയെ കണ്ട സന്തോഷത്തിൽ എന്റെ പൊന്നെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ വന്ന് വമ്പൻ ഷോ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാറിൽ പോകുന്ന വഴിയിലാണ് ഹീറോയിൻ കൊച്ചെവിടെയെന്ന് ചോദിക്കുന്നത്. കൊച്ചിനെ ഹാക്കറിന്റെ കൂടെ നിർത്തിയിട്ടുണ്ടെന്ന് പറയും. ഹാക്കർ കൊച്ചിന് കഴിക്കാൻ ചിക്കനും മേടിച്ചു കൊടുത്ത് അവിടെ ഇരുന്ന് വില്ലന്മാരുടെ കാർ ട്രാക്ക് ചെയ്യുവാണ്. അവളുടെ ആ റൂം തന്നെ ഒരു ഹാക്കിംഗ് ലോകമാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാർ ഇപ്പോൾ ഒരു ക്ലബിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ലൊക്കേഷൻ ഹാക്കർ ഹീറോയിൻ അയക്കും. ഹീറോയിൻ 2 പേരും അവിടെ വന്ന് ഇറങ്ങി ബാക്കി ആളുകളെ കൂടെ വരാൻ വിളിക്കും. നിങ്ങൾക്ക് കിട്ടിയ പുതിയ കേസല്ലേ, അത് നമ്മുടെ പരിധിക്ക് വരാത്തത്, നിങ്ങൾക്ക് തോന്നുന്ന ചെയ്തോ, നമ്മളില്ലെന്ന് അവർ പറയും. സംഭവം സെക്കൻഡ് ഹീറോയിൻ ഇപ്പോഴും മുമ്പത്തെ പോലെ വല്ല വള്ളിക്കേസും പിടിച്ച് നിൽക്കുന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ജിഹ അങ്ങനെയല്ല, ഇത് സീരിയസ് ആണെന്ന് എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അവിടെ നിന്ന് പോകും. നമ്മുടെ ആൾക്കാർക്ക് വേറെ വഴിയില്ല, കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ ക്ലബിനുള്ളിൽ കയറാൻ വരുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ അകത്തേക്ക് കയറ്റിവിടും. ഹീറോയിന് പ്രായം കൂടുതലാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞ് പുറത്തു നിർത്തും. സമയം ഒരുപാട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹീറോയിൻ അകത്തേക്ക് പോകും. ഹീറോയിൻ പുറത്ത് വെക്കും. അകത്ത് കയറിയ സെക്കൻഡ് ഹീറോയിൻ ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റു പെൺകുട്ടികളെ മുകളിലേക്ക് വന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരാൾ ജീഹനെ മുകളിലേക്ക് ക്ഷണിക്കും. അവൾ അവന്റെ കൂടെ മുകളിലേക്ക് പോകും. അവിടെ വേറെ 4 പേർ നിൽപ്പുണ്ട്. അതിൽ ആ റെഡ് ഷർട്ട് ഇട്ടവൻ ഫോട്ടോയ്ക്ക് 30,000 ലൈക്കായി നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറയും. ആ സമയം വേറൊരുത്തനെ ആരോ വിളിച്ച് 2 പോലീസുകാരികൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ കൈ ഗണ്ണുണ്ട്. പിന്നെ അവർ ബീച്ച് ഡ്രസ് ഇട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ തന്നെ ജീഹ അവിടേക്ക് ബീച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് കയറി വരും. സെക്കൻഡ് ഹീറോയിനെ കണ്ട് അപ്പോൾ തന്നെ ഇവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഒരുത്തൻ സെക്കൻഡ് ഹീറോയിനോട് സംസാരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ആ പാമ്പിന്റെ ടാറ്റു കാണും. ജീഹയ്ക്ക് മനസ്സിലാവും ഇവർ തന്നെ ആ ഗ്യാങ് എന്ന്. ആ സമയം ഹീറോയിൻ സെക്കൻഡ് ഹീറോയിനെ ഫോൺ ചെയ്യും. അവൾ അത് എടുക്കുന്ന സമയം അവളുടെ ഇടുപ്പിലെ FBI എന്ന ടാറ്റു അതിലൊരുത്തൻ കാണും. ഇവൾ FBI പോലീസാണെന്ന് അവർക്കും കൺഫേം ആയി. ഉടനെ തന്നെ പെർഫ്യൂം എടുത്ത് ജിഹയുടെ മുഖത്ത് സ്പ്രേ ചെയ്ത് അവർ ബോധം കെടുത്തും. ഹീറോയിൻ താഴെ ഒരു ഷവർമയും കഴിച്ച് ഇവളെന്താ ഫോൺ എടുക്കാത്തെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവുന്ന സമയം സെക്കൻഡ് ഹീറോയിനെ ബോധം കെടുത്തി പിടിച്ചുകൊണ്ട് 2 പേരും ഒരു കാറിൽ കയറ്റുന്നു. ഹീറോയിൻ ഇതുകൊണ്ട് ടെൻഷനായി അവന്മാരെ പിടിക്കാൻ വരുമ്പോഴേക്കും അവന്മാർ അവിടെ നിന്ന് പോകും. ഹീറോയിൻ അവരുടെ പുറകെ തന്നെ ഓടും. അപ്പോഴാണ് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഹീറോയിന്റെ ഹസ്ബൻഡ് ഡെലിവറി വണ്ടി എടുത്ത് ഹീറോയിനെ കയറ്റാൻ വരും. ഹീറോയിൻ ഹീറോയെ കണ്ട് കൊച്ചിനെ നോക്കാതെ നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ ടൈമില്ല, നീ വണ്ടിയിൽ കയറെന്ന് പറഞ്ഞ് അവരുടെ പുറകെ ചീസി. സെക്കൻഡ് ഹീറോയിനെ ഒരു ലാബ് പോലത്തെ ഒരിടത്ത് വല്യന്മാർ കൊണ്ടുവന്ന് ഒരിടത്ത് കിടത്തിയിരിക്കുന്നു. ആ ഡ്രഗ് സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ബോഡി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. മരിച്ചതുപോലെയുള്ള അവസ്ഥ. ഒരുത്തനോട് വില്ലൻ പുതിയ ഡ്രഗ് നമുക്ക് ഇവളെ തന്നെ പരീക്ഷിക്കാം, അത് കഴിഞ്ഞ് ഇവളെ തീർത്തേക്കാന്ന് പറയും. അവൾ പോലീസാണ്, എന്തെങ്കിലും പ്രശ്നമായോ എല്ലാം അകത്ത് പോകുന്നു, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊന്നും വേണ്ടെന്ന് വേറെടുത്തും പറയും. പക്ഷെ വില്ലൻ അതൊന്നും കേൾക്കില്ല. നീ പേടിക്കണ്ട, ജസ്റ്റ് ഒരു പരീക്ഷണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വില്ലൻ സെക്കൻഡ് ഹീറോയുടെ മുഖത്ത് പെർഫ്യൂം സ്പ്രേ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടേക്ക് ഹീറോ കയറി വന്ന് എന്റെ അനിയത്തെ നീയൊക്കെ എന്താടാ ചെയ്തെന്ന് ചോദിച്ച് ഹീറോ തന്നെ തനിയെ ഓടി വന്ന് വീഴും. പക്ഷെ പുറകിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ട്. ഹീറോയിൻ പ്രായമുള്ള ആളാണെന്ന് കരുതി ഇവന്മാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഹീറോയിൻ ആരുടെ മുതലെന്ന് ഇവന്മാർക്ക് അറിയില്ല. എന്റെ പൊന്നു അടി എന്ന് പറഞ്ഞ ഒരു 1.5 കിണ്ണം കാച്ചി അടി. അവന്മാരെല്ലാം അടിച്ചിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് വില്ലനും ഹീറോയിനും നേർക്കുനേർ വരും. വില്ലൻ ഒരു അടിപൊളി ഫൈറ്ററാണ്. അവൻ ഹീറോയിനെ അടിച്ച് താഴെയിട്ട് പൊതിര ചവിട്ടും. അത് കഴിഞ്ഞ് ഹീറോയിൻ അവനെ പിടിച്ച് താഴെയിട്ട് അവന്റെ മുഖത്ത് കൊടുക്കും കുറെ പഞ്ച്. എന്നാലും വില്ലൻ വിടില്ല, ഹീറോയിനെ പിടിച്ച് വീണ്ടും ഇടിക്കും. പാതി ബോധത്തിൽ സെക്കൻഡ് ഹീറോയിൻ വില്ലന്റെ കാലിൽ പിടിക്കും. അവൾക്ക് വേറൊന്നും ചെയ്യാൻ വയ്യ. പക്ഷെ സെക്കൻഡ് ഹീറോയിനും വില്ലൻ കുറെ തല്ലും. അപ്പോൾ ഒരുത്തം വന്ന് പോലീസ് എപ്പോൾ വേണേലും ഇവിടെ വരാം, അതിന് മുന്നേ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് നമ്മുടെ ആളുകളെ 3 പേരെയും അവിടെ കെട്ടിവെച്ച് തീ വെച്ച് അവരവിടെ നിന്ന് പോകും. അവര് പോയി കുറെ കഴിയുമ്പോഴാണ് ഹീറോയിന് ബോധം വരുന്നത്. അവിടുത്തെ അവസ്ഥ കണ്ട് കയ്യിലെ കെട്ട് പുറകിലെ കമ്പിയിൽ ഉറച്ച് മുറിക്കാൻ പറയും. 3 പേരും അതിനുവേണ്ടി ശ്രമിക്കും. അവസാനം ഹീറോയിൻ കെട്ടുമുറിച്ച് അവരെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പുറത്തു വരും. പുറത്തു വന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഷ്ടപ്പാടാണ്. അതിനിടയ്ക്ക് നീ വന്ന് എന്തിനാണെന്ന് ചോദിച്ച് ഹീറോയിൻ ഹസ്ബൻഡിനെ തെറി പറയും. ഏറെക്കുറെ ഹീറോയിൻ പറയുന്നത് ശരിയാണ്, പക്ഷെ അയാളുടെ സ്നേഹമാണ് ഇവിടെ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത സീനിൽ 2 പേരും ഓടി ഓഫീസിൽ വരും. അവിടെ വന്ന് കയറുമ്പോൾ തന്നെ എല്ലാവരും ഇവരെ തന്നെ നോക്കും. ഹീറോയിൻ വന്ന് കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ റിസൈൻ ലെറ്റർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്താടാ, ഇവരൊന്നും ചെയ്യയില്ല, ചെയ്യുന്നവരെ കുറ്റക്കാരും ആക്കും. ആകെ വിഷമം. സെക്കൻഡ് ഹീറോയിൻ ഭയങ്കര ദേഷ്യത്തിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. അപ്പൊ അവിടെ ടിവിയിൽ ഇതുപോലൊരു കേസിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് ന്യൂസ് കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉള്ളൊരു വേറൊരു കേസ് ഫിനിഷ് ചെയ്ത സന്തോഷത്തിലാണ്. നമ്മുടെ പെണ്ണ് ടെൻഷനായി കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് എടുത്ത് TV എറിഞ്ഞ് പൊട്ടിക്കും. ഇത് കണ്ട് അവിടെ ഉള്ളവർ നിനക്ക് പ്രാന്തായോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. നിനക്കൊന്നും ഇതിന്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ല,
അങ്ങനെയല്ല, ആ കുട്ടികൾ വെറുതെ മരിക്കുന്നവരല്ല, അവരെ ട്രാപ്പിലാക്കി ഇതെല്ലാം ചെയ്യുന്നതാണ് അവന്മാർ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസിന്റെ കയ്യിൽ നിന്ന് ഗണ്ണെടുത്ത് നേരത്തെ ഇവർ പിടിച്ച ലോക്ക് മുടുക്കാന്റെ തലയിൽ വെച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ നോക്കും. എല്ലാം കൊണ്ട് സ്റ്റേഷനിൽ ആകെ ബഹളം. ഇത് കണ്ട് ഇവരുടെ എല്ലാം ചീഫ് അവിടെ വന്ന് സെക്കൻഡ് ഹീറോയിനോട് നിന്റെ വിഷമം മനസ്സിലായി, ഇനി ഒന്നും നോക്കണ്ട, അവന്മാരെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് അവിടേക്ക് പോകാൻ ഓർഡർ ഇടും. സെയിം ടൈം ഇവിടെ ഓഫീസിൽ ഹീറോയിന്റെ അടുത്ത് ലേഡി ചീഫ് വന്ന് നീയാണോ 11th സ്പെഷ്യൽ വുമൺ ടാസ്ക് ഫോഴ്സിലുണ്ടായിരുന്ന ലീഡർ? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ തന്നെ ഞെട്ടിപ്പോകും. സംഭവം ചീഫ് ഹീറോയിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേഡി ചീഫ് അടുത്ത ബോംബ് പൊട്ടിക്കുന്നത്. 3rd സ്പെഷ്യൽ വുമൺ ടാസ്ക് ഫോഴ്സിലെ ഹെഡ് ഞാനായിരുന്നു. എന്നാൽ ഇവരെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഏജ്ഡായി എന്ന് പറഞ്ഞ് ഇവിടെ ആക്കിയതാണ്. ഹാക്കർ പെൺ എല്ലാ കാര്യവും ചീഫിനോട് പറഞ്ഞിട്ടുണ്ട്. സോ വില്ലന്മാരെ പിടിക്കാനുള്ള എല്ലാ പെർമിഷനും ചീഫ് ഹീറോയിന് കൊടുക്കും. അപ്പോൾ തന്നെ സെക്കൻഡ് ഹീറോയിനും ടീമും 2-3 വണ്ടി നിറയെ പോലീസായി ഹീറോയിന്റെ അടുത്തേക്ക് വരും. ആ സമയം ഹാക്കർ വന്ന് അവരുടെ വെബ്സൈറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്തു. അവരുടെ കയ്യിൽ ഇനി ഒറിജിനൽ ഫയൽ ഉണ്ടെങ്കിൽ അത് മാത്രം ഇവരെ നശിപ്പിച്ചാൽ മതി എന്ന് പറയും. നമ്മുടെ ആൾക്കാരെല്ലാം വില്ലന്മാരെ പിടിക്കാനായി പുറപ്പെടും. ഹാക്കറും ചീഫും എല്ലാവരും ഇവിടെ ഇരുന്ന് അവർ പോകുന്ന ലൊക്കേഷൻ ഹീറോസിനെ അറിയിക്കും. അതനുസരിച്ച് എല്ലാവരും പോകും. അപ്പോഴാണ് ഹാക്കർ പറയുന്നത് അവന്മാർ 3 മണിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവന്മാർ ഫയൽ കൊണ്ട് പോകും, ഉടനെ പിടിക്കാൻ. 3-4 ടീമായി തിരിഞ്ഞ് ഓരോരുത്തരും വില്ലന്റെ ടീമിലെ എല്ലാവരെയും പിടിക്കും. വില്ലൻ ഒരിടത്ത് കാറിൽ ഇവരെല്ലാം പറ്റിച്ചു പോകുമ്പോൾ അവസാനം ഹീറോയിനും സെക്കൻഡ് ഹീറോയിനും വില്ലന്റെ കാറിൽ നേരെ കൊണ്ടിടിക്കും. എന്നാൽ വില്ലൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ സ്ട്രീറ്റിലൂടെ കാണുന്ന എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെയും ഹീറോയിന്റെ ഹസ്ബൻഡ് എന്തോ തിന്നുകൊണ്ട് എന്റെ പൊന്നെ നീ ഇത് എവിടെ പോകാന്ന് ചോദിച്ചോണ്ട് നിൽക്കും. അപ്പോഴേക്കും 2 കാറും ആ സ്ട്രീറ്റുകളെ നശിപ്പിച്ച് നാശാക്കും. ഇത് കാണുന്ന ലേഡി ചീഫ് അന്തം വിട്ട് നിൽക്കുന്നു. കാരണം ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം ഇവിടെ തലയിലാണ് വരാൻ പോകുന്നത്. വില്ലൻ കാറിൽ നിറങ്ങി ഓടും. കൂടെ ഉണ്ടായിരുന്നവനെ ഹീറോയിൻ ഓടി വന്നൊരു ഒറ്റ ചവിട്ട് അവൻ അവിടെ തന്നെ വീഴും. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മാജിക് പെർഫ്യൂം എടുത്ത് അവന്റെ മുഖത്തിന് അടിച്ച് അവനെ ബോധം കെടുത്തും. ഇത് കണ്ട് ഓഫീസിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇവിടെ സെക്കൻഡ് ഹീറോയിൻ വില്ലനെ പിടിക്കാൻ ഒരു മാളിലേക്ക് കയറും. അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വില്ലനെ കാണുന്നില്ല. അപ്പോൾ വില്ലന്റെ നേരെ ഫ്രണ്ടിൽ നമ്മുടെ ഹീറോയിൻ വന്ന് നിൽക്കും. രണ്ടുപേരും നേർക്ക് നേർ കണ്ട ഉടനെ ഫൈറ്റ് തുടങ്ങും. വില്ലൻ ആള് കിഡിലൻ ഫൈറ്ററാണ്. സോ ഹീറോയിൻ അടിച്ച് താഴെയിട്ട് വയറിൽ പൊതിരെ ചവിട്ടും. ഇത് കണ്ട് സെക്കൻഡ് ഹീറോയിൻ ഓടി വന്ന് വില്ലനെ ചവിട്ടും. പക്ഷെ അവളെയും വില്ലൻ അടിച്ച് പരിവാക്കും. ഈ സമയം ഹീറോയിൻ അവന്റെ കാലിൽ പിടിച്ച് താഴോട്ട് അടിക്കുമ്പോൾ അവൻ കയ്യിലെ കത്തി കൊണ്ട് ഹീറോയുടെ കാലിൽ കുത്തിയിറക്കും. എന്നിട്ട് ഹീറോയുടെ കഴുത്തിൽ കത്തി വെക്കും. ആ സമയം സെക്കൻഡ് ഹീറോയിൻ ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഗൺ താഴെയിട്ടില്ലെങ്കിൽ ഹീറോയിനെ കൊല്ലൂ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ മുകളിലേക്ക് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യും. അപ്പൊ തന്നെ വില്ലൻ ഒന്ന് പേടിക്കും. പിന്നെ ഹീറോയിൻ ആദ്യ സീനിൽ ചെയ്ത പോലെ ഒരു ബുള്ളറ്റ് മാത്രം ലോഡ് ചെയ്ത് നിനക്ക് 2 ചാൻസ് തരാം, ചത്തിലെല്ലാം രക്ഷപ്പെട്ടോളം പറയും. സെക്കൻഡ് ഹീറോയിൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് വില്ലൻ പേടിച്ച് നിൽക്കുമ്പോൾ പെണ്ണ് അവളുടെ മാസ്റ്റർ പീസ് ആയിട്ട് ഇറക്കും. ആ ഗണ്ണെടുത്ത് വില്ലന്റെ മണ്ടക്കരയും. കഷ്ടകാലത്തിന് ഹീറോയിന്റെ ഹസ്ബൻഡ് എന്റെ പുനരെ വിടാന്നും പറഞ്ഞ് അവിടേക്ക് കയറി വരും. ഈ ഗണ്ണ് ചെന്ന് കൊള്ളുന്ന നേരെ ഹസ്ബൻഡിന്റെ തലയില. വേറെ വഴിയില്ലാതെ ജീവ ചാടി വില്ലന്റെ കയ്യിലെ കത്തിച്ചവിട്ടി തെറിപ്പിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ അവനെ എടുത്ത് ഒരു ഒട്ടാര സുപ്ലക്സ് സിറ്റ് ചെയ്യും. അതോടെ വില്ലന്റെ കഥ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഫീൽഡിൽ സെക്കൻഡ് ഹീറോയിനാണ് ഉള്ളത്. സോ അവളെ കൊണ്ട് തന്നെ ഹാൻഡ് കഫ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്ന് പെൺഡ്രൈവും സെക്കൻഡ് ഹീറോയിൻ എടുക്കും. അങ്ങനെ വില്ലനെ പിടിച്ച സന്തോഷത്തിൽ രണ്ടുപേരും നിൽക്കുമ്പോൾ ഹീറോയിന്റെ ഹസ്ബൻഡ് ബോധം വീണ് എണീക്കും. നീ എന്തിനാണ് നാറി ഇവിടെ വന്നേന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാൻ ബുക്ക് വാങ്ങാൻ വന്നതാ, പരീക്ഷയ്ക്ക് ജയിക്കണ്ടേന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം ഹീറോയിന് കാലിൽ കുത്തുവിട്ടിട്ടുണ്ടോ. അതിന്റെ വേദന കാരണം പിടിച്ചോണ്ട് പോകും. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞപ്പോഴത്തെ പോലെ പോലീസ് വന്ന് വില്ലൻ എടുത്തോണ്ട് പോകും. ഇവിടെ ആക്സിഡന്റ് ആയ പെൺകുട്ടിയുടെ അടുത്ത് അവളുടെ ഫ്രണ്ട് ഈ ന്യൂസ് കാണുന്നുണ്ട്. ഇനി കുഴപ്പമില്ല, നീ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ മതി എന്ന് പറയും. ആ പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ട്. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അടുത്ത സീനിൽ സെക്കൻഡ് ഹീറോയിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വലിയ കാര്യം ചെയ്തതിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ തന്റെ പ്രായം, കുടുംബം ഇതൊന്നും കണക്കിലെടുക്കാതെ ഇത് തെളിയിച്ചതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചെടുക്കും. അങ്ങനെ എല്ലാവരും ഇത് കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ദിസ് മൂവീസ് ആൻഡ് ഓക്കെ. അപ്പോൾ സിനിമ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കൂ. ഡിപ്പാർട്ട്മെന്റിനെ കൈയൊഴിഞ്ഞ 2 സ്ത്രീകൾ കേസ് തെളിയിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു അടിപൊളി കഥ. അതിനിടയ്ക്ക് ഒരുപാട് കോമഡി, ആക്ഷൻ, ഇമോഷണൽ അങ്ങനെ എല്ലാം. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രഗ്സ്. പുതിയ തലമുറകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അതിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറ്റിപ്പോയി അയ്യോ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത സിനിമ ചെയ്യാം. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.